ഏകദേശം 12 വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഒരു പോയിന്റ് പോലും പവർ കുറയ്ക്കാതെ അല്ലെങ്കിൽ കുറയാതെ പിടിച്ച് നിൽക്കുന്ന ഒരു മോഡലുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂക്ക് 200 ആയിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലെ പൊല്യൂഷൻ്റെ നിയമങ്ങൾ കാരണം ഈ ഒരു എൻജിൻ കുറേയൊക്കെ മയപ്പെട്ടിട്ടുണ്ട്, കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുണ്ട്. സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഇവൻ ഒന്ന് ഓപ്പൺ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബീസ്റ്റ് തന്നെയാണ്. 2012 തന്നെ ഏകദേശം ഒരു പീക്ക് ലെവലിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണിത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു അപ്ഡേഷൻ കൊണ്ടുവരണമെന്നുള്ള കാര്യം വലിയ പ്രസക്തി ഇല്ലാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ സ്ലിപ്പർ ക്ലച്ച് ആവശ്യമുള്ളൊരു കാര്യമായിരുന്നു. അതെന്തൊക്കെയാലും ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പഴയ ഒരു മീറ്റർ എല്ലാ മോഡലിൽ നിന്നും വിടവാങ്ങിയിരിക്കുകയാണ്. 390 വന്ന അതേ സെയിം മീറ്റർ തന്നെയാണ്, അതേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിലും KTM കൊണ്ടുവന്നിട്ടുള്ളത്. അന്നത്തെ കാലത്ത് ഒരു 4 പിസ്റ്റൺ കാലിബർ വരുന്ന ഡുവൽ ഡിസ്ക് വരുന്ന ABS ഇല്ലാത്ത ഇത്രയും ഫോഴ്സിൽ ബൈറ്റിങ് ചെയ്യുന്ന ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് മാത്രമേ ഉള്ളായിരുന്നു. അതുപോലെ തന്നെ ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻജിൻ അല്ലെങ്കിൽ ഒരു ഷോർട്ടർ ഗിയർ റേഷ്യോ വെച്ചിട്ട് ബ്രൂട്ടലായിട്ട് ആക്സലറേഷൻ ചെയ്യുന്ന ഒരു വണ്ടി അന്നത്തെ കാലത്ത് വേറെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആക്സിഡൻറ്റ് മുഖേന ഈ ഒരു വണ്ടിക്ക് കാലൻ എന്നുള്ള പേര് വീഴാനായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, വണ്ടി അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിരുന്നു.